തിങ്കളാഴ്ച മുതൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്ന അസാധാരണ നീക്കങ്ങൾ ഇതാണ്. ഉച്ചയ്ക്ക് 12:30 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 രാജ്യസഭയുടെ ബിസിനസ് ഉപദേശക സമിതിയുടെ യോഗത്തിൽ ജഗ്ദീപ് ധൻഖർ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യാനുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭ വർഷകാല സമ്മേളനത്തിനായി സമ്മേളിച്ചപ്പോഴാണ് പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് അവതരിപ്പിച്ചത്. വൈകിട്ട് 4:07 പ്രതിപക്ഷ പിന്തുണയോടെ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിച്ചതായി ഉപരാഷ്ട്രപതി സഭയെ അറിയിക്കുന്നു. വൈകിട്ട് 4:30 ബിസിനസ് ഉപദേശക സമിതി യോഗം വീണ്ടും ചേരുന്നു. സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധിയും ഹാജരായില്ല. ഇതോടെ യോഗം മാറ്റിവെച്ചു. വൈകിട്ട് 5 മണി കോൺഗ്രസ് നേതാക്കൾ ഉപരാഷ്ട്രപതിയെ കാണുന്നു. തുടർന്ന് പ്രതിപക്ഷ എംപിമാരുമായി മറ്റൊരു കൂടിക്കാഴ്ച നടത്തുന്നു. രാത്രി 9:25 ഉപരാഷ്ട്രപതിയുടെ എക്സ് ഹാൻഡിൽ വഴി ജഗ്ദീപ് ധൻഖർ രാജി പ്രഖ്യാപിക്കുന്നു. ജൂലൈ 22 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി രാഷ്ട്രപതി ദ്രൗപദി മുർമു ധൻഖറിന്റെ രാജി സ്വീകരിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ഈ ഒറ്റ വാക്കായിരുന്നു. അതും ഏതാണ്ട് 13 മണിക്കൂറുകളോളം വൈകി. ധൻഖറിനെ നേരിട്ട് സന്ദർശിക്കാൻ പോലും മെനക്കെടാതെ സോഷ്യൽ മീഡിയ എക്സിലൂടെ ഒരു കുറിപ്പ് മാത്രം. രാജ്യസഭയിൽ നിഷ്പക്ഷതയുടെ നാട്യം പോലും ഇല്ലാതെ BJPയുടെ നാവായിരുന്നു ജഗ്ദീപ് ധൻഖർ. ഗവർണർ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ എങ്ങനെ പെരുമാറരുത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ബംഗാൾ ഗവർണറായിരുന്നപ്പോൾ ജഗ്ദീപ് ധൻഖർ. ഗവർണർമാർക്ക് ബില്ല് പാസാക്കാൻ 3 മാസം സമയം നിശ്ചയിച്ച സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ധൻഖർ എല്ലാം പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിന്റെ 2ാമത്തെ പരമോന്നത ഭരണഘടനാ സ്ഥാനത്തിരുന്ന ഏക വ്യക്തിയായിരുന്നിട്ടും ധൻഖർ രാജിവെച്ചപ്പോൾ നരേന്ദ്രമോദി നടത്തിയ ഒറ്റവാക്ക് പ്രതികരണത്തിൽ നിന്നും എല്ലാം വായിച്ചെടുക്കാം. ഒരുപക്ഷെ സ്വന്തം പാളയത്തിലെ ഒരു നേതാവ് വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ പുറത്തു വരേണ്ടിയിരുന്ന വാക്കുകളുടെ മഹാപ്രളയമൊന്നും മോദിയിൽ നിന്ന് ഉണ്ടായില്ല. ഒപ്പം ജഗ്ദീപ് ധൻഖറിന് രാജ്യത്തെ സേവിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചു എന്ന കാര്യവും മോദി ഭംഗ്യന്തരേണ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരവധി പദവികൾ നൽകി എന്ന അർത്ഥം. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഏതാനും നാളുകളായി തുടർന്നിരുന്ന പടല പിണക്കങ്ങളാണ് ഏതാനും മണിക്കൂറുകൾക്കിടയിലെ ചടുല നീക്കങ്ങളായി പുറത്തു വന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളെ ഉറപ്പിക്കുന്നതായിരുന്നു ധൻഖറിന്റെ മുന്നറിയിപ്പില്ലാത്ത രാജി. സഭാധ്യക്ഷനെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെ തുടർച്ചയായി പ്രതിരോധിച്ചയാൾ, പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള കടും വെട്ടുകളുടെ പേരിൽ രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയ ആൾ, മോദിയുടെ ചാവേറെന്ന ആക്ഷേപത്തിൽ കുലുങ്ങാതെ നിന്നയാൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വിടവാങ്ങൽ സന്ദേശമായിരുന്നില്ല അത്. മോദിയുടെ തണുത്ത ആശംസ പിണക്കങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള സൂചനയാണ് എന്ന വാദങ്ങൾക്ക് മൂർച്ച കൂടുന്നതും ഇവിടെയാണ്. BJP നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചു എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജഗ്ദീപ് ധൻഖർ പരിധി ലംഘിച്ചു എന്നും അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം ഉടൻ വേണമെന്ന് NDA മുന്നണിയിൽ തീരുമാനമായെന്നും ഇതാണ് രാജിക്ക് കാരണമായതെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജിക്കായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും പണച്ചാക്കുകൾ കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റിനായി പ്രതിപക്ഷം അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കണമെന്ന ധൻഖറിന്റെ ആഹ്വാനമാണ് എല്ലാത്തിനും തുടക്കമായത്. ഈ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പരിധി വിട്ടു എന്നും അഭിപ്രായം BJPയിൽ ഉയർന്നിരുന്നു. 6 മാസം മുൻപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം ഇത്തവണ അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നതും BJP നേതൃത്വത്തെ ഞെട്ടിച്ചു. ഇതോടെയാണ് ധൻഖർ പരിധി ലംഘിച്ചു എന്ന് MPമാരെ BJP നേതൃത്വം അറിയിച്ചത്. പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയം ധൻഖർ അംഗീകരിച്ചതിന് പിന്നാലെ മോദി മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായി യോഗം ചേർന്നു. പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ മറ്റൊരു യോഗവും ചേർന്നു. ഭരണകക്ഷിയിലെ എല്ലാ രാജ്യസഭാ MPമാരെയും അവിടെ വിളിച്ചു വരുത്താൻ BJPയുടെ ചീഫ് വിപ്പിനോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് BJP MPമാരെ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. തുടർന്ന് ഒരു പ്രധാന പ്രമേയത്തിൽ ഒപ്പിടാനും ആവശ്യപ്പെട്ടു. BJP MPമാർക്ക് പിന്നാലെ NDA ഘടകകക്ഷിയിൽപ്പെട്ട രാജ്യസഭാ MPമാരെയും വിളിപ്പിച്ചു.
എല്ലാവരോടും പ്രമേയത്തെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ല എന്നും അടുത്ത 4 ദിവസം ഡൽഹിയിൽ തന്നെ തുടരാനും നേതൃത്വം നിർദ്ദേശിച്ചു. പിന്നാലെ പ്രമേയത്തെക്കുറിച്ചും എംപിമാർ അതിൽ ഒപ്പുവെച്ചു എന്നുമുള്ള വിവരം ധൻഖറിനെ നേതൃത്വം അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് രാത്രിക്കു രാത്രി ധൻഖർ എക്സ് പേജിലൂടെ രാജിവിവരം പുറത്തുവിട്ടത്. തലേ ദിവസം വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ജഗ്ദീപ് ധൻഖറിന് എന്ത് ആരോഗ്യ പ്രശ്നമാണുള്ളത് എന്ന് രാജിവിവരം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് ചോദിക്കുന്നു. സമ്മർദ്ദത്തെ തുടർന്നാണ് രാജി എന്ന് ഗൗരവ് ഗൊഗോയും ജയറാം രമേശും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പരസ്യമായി പറഞ്ഞു. തിങ്കളാഴ്ച രാജ്യസഭയിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായ JP നദ്ദ നടത്തിയ പരാമർശങ്ങളും ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ചു എന്നാണ് വിവരം. താൻ പറയുന്നത് മാത്രമേ സഭാധ്യക്ഷൻ രേഖപ്പെടുത്തൂ എന്ന് നദ്ദ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗത്തിനിടെയായിരുന്നു ഈ ഇടപെടൽ. ഇക്കാര്യത്തിൽ ധൻഖർ അസ്വസ്ഥനായിരുന്നു. സഭാ നടപടികൾ നിയന്ത്രിക്കാൻ അധികാരമുള്ള ചെയറിനോടുള്ള അനാദരവാണ് ഇത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇതും രാജിക്ക് മുൻപേയുള്ള പ്രകോപനമായി വിലയിരുത്തുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്ന അസാധാരണ നീക്കങ്ങൾ ഇതാണ്. ഉച്ചയ്ക്ക് 12:30 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 രാജ്യസഭയുടെ ബിസിനസ് ഉപദേശക സമിതിയുടെ യോഗത്തിൽ ജഗ്ദീപ് ധൻഖർ പങ്കെടുത്തിരുന്നു. പാനൽ വീണ്ടും വൈകിട്ട് 4:30 യോഗം ചേരാൻ തീരുമാനിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യാനുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭ വർഷകാല സമ്മേളനത്തിനായി സമ്മേളിച്ചപ്പോഴാണ് പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് അവതരിപ്പിച്ചത്. ഉപരിസഭയുടെ ചെയർമാൻ കൂടിയായ ധൻഖർ നോട്ടീസ് സ്വീകരിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സഭയുടെ സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ നീക്കം കേന്ദ്ര സർക്കാരിന് രസിച്ചില്ല. വൈകിട്ട് 4:07 പ്രതിപക്ഷ പിന്തുണയോടെ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിച്ചതായി ഉപരാഷ്ട്രപതി സഭയെ അറിയിക്കുന്നു. വൈകിട്ട് 4:30 ബിസിനസ് ഉപദേശക സമിതി യോഗം വീണ്ടും ചേരുന്നു. സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധിയും ഹാജരായില്ല. ഇതോടെ യോഗം മാറ്റിവെച്ചു. യോഗത്തിൽ സർക്കാർ പ്രതിനിധി പങ്കെടുക്കാതിരുന്നതിനെ പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചിരുന്നു. ഇത് ജഗ്ദീപ് ധൻഖറിനെ അസ്വസ്ഥനാക്കിയതായാണ് സൂചന. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും കിരൺ റിജിജുവുമായിരുന്നു സർക്കാരിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ എത്തേണ്ടിയിരുന്നത്. യോഗത്തിന് എത്താൻ സാധിക്കില്ലെന്ന് മുൻകൂട്ടി ഉപരാഷ്ട്രപതിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു എന്നാണ് JP നദ്ദ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. വൈകിട്ട് 5 മണി കോൺഗ്രസ് നേതാക്കൾ ഉപരാഷ്ട്രപതിയെ കാണുന്നു. തുടർന്ന് പ്രതിപക്ഷ MPമാരുമായി മറ്റൊരു കൂടിക്കാഴ്ച നടത്തുന്നു. രാത്രി 9:25 ഉപരാഷ്ട്രപതിയുടെ എക്സ് ഹാൻഡിൽ വഴി ജഗ്ദീപ് ധൻഖർ രാജി പ്രഖ്യാപിക്കുന്നു. ജൂലൈ 22 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി രാഷ്ട്രപതി ദ്രൗപദി മുർമു ധൻഖറിന്റെ രാജി സ്വീകരിക്കുന്നു. 10 ദിവസം മുൻപ് ധൻഖർ പറഞ്ഞത് ഇപ്പോൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. ദൈവിക ഇടപെടലിന് വിധേയമായി ശരിയായ സമയത്ത് 2027 ഓഗസ്റ്റിൽ വിരമിക്കും. ഇതായിരുന്നു ധൻഖറിന്റെ വാക്കുകൾ. എന്നാൽ ഇപ്പോൾ വിടവാങ്ങൽ പ്രസംഗം പോലും നടത്താതെ ചർച്ച് റോഡിലെ ഉപരാഷ്ട്രപതി ഭവനിൽ നിന്ന് ധൻഖർ പടിയിറങ്ങുകയാണ്. വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതയിൽ പൊതിഞ്ഞ കടങ്കഥ എന്നാണ് പ്രതിപക്ഷം ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. അത് സാധൂകരിക്കുന്ന തെളിവുകളും വൈകാതെ പുറത്തു വരുമെന്നതിൽ സംശയമില്ല.